ദിവസം മാത്രം റിലീവ് ചെയ്യാൻ ബാക്കിയുള്ളപ്പോഴാണ് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള മർഡർ കേസ് മിസ്റ്റർ ദാസിനെ അസൈൻ ചെയ്യുന്നത്. ഓൾറെഡി റീപ്ലേസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. പക്ഷേ റീപ്ലേസ്മെൻറ്റ് വന്ന ക്യാരക്ടറാണെങ്കിൽ വളരെയധികം ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു ക്യാരക്ടർ. സോ ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള മർഡർ കേസ് അന്വേഷിക്കുന്നത്. സോ തൊട്ടാൽ പൊള്ളുന്ന ഈ ഒരു കേസ് ഇങ്ങനെയുള്ള രണ്ടുപേര് അന്വേഷിക്കുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മിസ്റ്റർ ദാസിൻ്റെ ക്യാരക്ടർ കൊൺകണ സെൻ ശർമ്മ എന്ന, അതുപോലെ തന്നെ സൂര്യ ശർമ്മ എന്ന ഈ ഒരു അനാവശ്യ ആറ്റിറ്റ്യൂഡുള്ള ഈ ഒരു രണ്ട് കഥാപാത്രങ്ങളും തമ്മിൽ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഉണ്ടാവുന്ന ക്ലാഷസും അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയാണ് ഈ ഒരു മർഡർ കേസ് തെളിയിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്, ഇതിൻ്റെ ചുരുൾ എങ്ങനെയാണ് അരിയുന്നത്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് ഈ ഒരു സെർച്ച് നേന മർഡർ കേസ് എന്ന് പറയുന്ന ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റീസെൻ്റ് ആയിട്ട് റിലീസായിട്ടുള്ള ഈ ഒരു വെബ് സീരീസ് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ വർക്കിനോട് അധികം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു കൊൺകണ സെൻ ശർമ്മ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലി ലൈഫ് അത്ര സുഖകരമായല്ല ഈ ഒരു ക്യാരക്ടറിൻ്റെ പോകുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മെൻ്റൽ സ്ട്രഗിൾസ് അനുഭവിക്കുന്ന ക്യാരക്ടറാണ്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പോസിറ്റീവ്. സിനിമയിൽ ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺ എൻഗേജിങ് അല്ല. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സീരീസിൻ്റെ മിക്ക എപ്പിസോഡ്സും അത്യാവശ്യം നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട്. സോ 3.25 മണിക്കൂർ പ്രേക്ഷകന് ഇൻവെസ്റ്റ് ചെയ്തിട്ടും ആ ഒരു ലെവൽ സാറ്റിസ്ഫാക്ഷൻ തരാതെ പോകുന്ന ഒരു വെബ് സീരീസാണ്. അതിൻ്റെ കൂടെ തന്നെ ക്ലൈമാക്സ് ഒരു ഹ്യൂജ് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടാണ് തോന്നിയത്. റിസ്കിൽ കാണാം.